മലയാളത്തിൽ ഒരുപാട് ശീലുകളുണ്ട്, ചൊല്ലുകൾ. പഴംചൊല്ലുകൾ എന്ന് ഞാൻ പറയാത്തത്, പഴഞ്ചൊല്ലെന്ന് പറയുമ്പോൾ അതൊരു പഴയതാണ്, പഴഞ്ചനാണ്, ഇറലവൻ്റാണ്, അസംഗതമാണെന്നുള്ള തോന്നൽ വരും. അതില്ലാതിരിക്കുകയാണ് പഴംചൊല്ലെന്ന് പറയാത്തത്. ചൊല്ലുകൾ നിരവധിയുണ്ട്. ഒറ്റ കേൾവിയിൽ തമാശ പോലെ തോന്നാമെങ്കിലും വളരെ ഗഹനമായ അർത്ഥമുള്ളതും അടിസ്ഥാനപരമായ ഗൈഡൻസ് തരാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരുപാടുണ്ട്, നിരവധിയുണ്ട്. അതിലൊന്ന് വിടക്ക് നന്നായാൽ പിടിച്ചാൽ കിട്ടില്ല എന്നാണ്. പറയുമ്പോൾ തന്നെ ഒരു തമാശ കാരണം വളരെ കൊലോക്കൽ ശൈലിയാണ്, പ്രാദേശികമായ വ്യത്യാസങ്ങളുണ്ടാവും അതിന്. ഇതിൻ്റെ അർത്ഥം ഏറ്റവും മോശമായ പ്രവൃത്തികൾ ചെയ്യുന്ന, ഏറ്റവും മലീംസമായ സ്വഭാവ രീതികളുള്ള ഒരാൾ, അയാളെങ്ങാനും നന്നായി കഴിഞ്ഞാൽ പിന്നെ അയാൾ അനിയന്ത്രിതമായ രീതിയിൽ നന്നായിരിക്കും, മൊത്തം സിറ്റുവേഷനിലൊക്കെ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതി നന്നാവും എന്നുള്ളതാണ് അർത്ഥം. ഇപ്പം നമ്മുടെ നാട്ടിൽ മദ്യപിച്ച് ലക്ക് കിട്ടി നടക്കുന്ന എല്ലാ ദുശീലങ്ങളുമുള്ള ഒരു നിയന്ത്രണം ഇല്ലാത്ത ഒരാളെന്ന് വിചാരിക്കുക. അങ്ങനെ ആളുകളുണ്ടല്ലോ. അവർ ആത്മപ്രേരണ കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രേരണ കൊണ്ടോ സപ്പോർട്ട് കൊണ്ടോ നിർബന്ധം കൊണ്ടോ ഒക്കെ കുടിയൊക്കെ നിർത്തി സുശീലന്മാരായിട്ട് മാറുന്നൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ കാണുക, പിന്നെ അവരങ്ങ് നന്നായി മദ്യവർജന സമിതിയുടെ നേതൃത്വത്തിലെത്തുന്ന കാഴ്ചയാണ്. അവന് നാട്ടിൽ കാണുന്നതിനോടൊക്കെ ഉപദേശമായി, കുടിക്കുന്നതിനെ കുറിച്ചുള്ള ദോഷങ്ങളെക്കുറിച്ച് പറച്ചിലായി, കുടിക്കരുത് എന്നുള്ള ഉപദേശമായി ഒരു തരത്തിൽ നമ്മളെ വല്ലാതെ ബോറടിപ്പിക്കും ഒരു ഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ. അതാണ് ഇടയ്ക്ക് നന്നായാൽ പിടിച്ചാൽ കിട്ടില്ല എന്ന് പറയുന്നത്. അപ്പോൾ തീരെ കുളിക്കാത്ത, നനയ്ക്കാത്ത ആളുകൾ, വൃത്തിയായി നടക്കാത്തവർ, എങ്ങനെയൊക്കെ ഈ പറഞ്ഞ പോലെ മറ്റുള്ള പ്രേരണമുണ്ടോ സ്വയം തിരിച്ചറിഞ്ഞിട്ടോ കാലത്ത് എഴുന്നിട്ട് നന്നായി കുളിച്ച് വൃത്തിയായി നല്ല വസ്ത്രം ധരിച്ച് അമ്പലത്തിലോ പള്ളിയിലോ കുർബാനയ്ക്കോ നിസ്കരിക്കാനോ പ്രാർത്ഥിക്കാനോ തൊഴാനോ ഒക്കെ പോയി വരുന്നൊരു ശീലം ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ അവിടെ കൊണ്ട് നിർത്തില്ല. അവർ തീരെ വിടക്കായിരുന്ന ആളുകൾ നന്നായി കഴിഞ്ഞാൽ പിന്നെ അവർ നടന്ന് പറയുമെന്ന് കുളിച്ചു കൂടുക എന്ന് ചോദിക്കും മറ്റുള്ളവരോട്. അല്ലെങ്കിൽ അമ്പലത്തെ പൊക്കൂടെ, പള്ളിയെ പൊക്കൂടെ, നിസ്കരിക്കാൻ പൊക്കൂടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഉപദേശികളായിട്ട് മാറും അവർ. ഇത്ര നാളും ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു തുടങ്ങുന്ന അടുത്ത ദിവസം മുതൽ അവർ അതിൻ്റെ പ്രചാരകനും അതിൻ്റെ പ്രബോധകരായിട്ട് അങ്ങോട്ട് മാറും. അതാണ് പറയുന്നത്. അപ്പോൾ ഈ നമ്മുടെ ശ്രീനിവാസൻ്റെ ഒരു കഥാപാത്രമുള്ളത് ചിന്താവിഷ്ടയായ ശ്യാമളയിൽ, അതിൽ ഈ പറഞ്ഞ മാതിരി കുത്തഴിഞ്ഞൊരു ജീവിതമായിട്ട് അലസനായാണെന്ന ആൾ ഒരു ഡിസിപ്ലിൻ വരുത്താൻ വേണ്ടി അച്ഛനും അച്ഛനൊക്കെ കൂടി ശ്രമിച്ച് അയാളെ ഒരു നല്ല രീതിയിലാക്കുമ്പോൾ, നല്ല രീതിയിലായി അയാൾ ഭക്തിമാർഗത്തിലേക്കും നോൽമിൻ്റെയും ശുദ്ധ വ്രതത്തിൻ്റെയൊക്കെ രീതിയിലേക്ക് കടക്കുമ്പോൾ പിന്നെ അയാൾ ഒരു പ്രതികാരം പോലെ അതിൻ്റെ പാരമ്യത്തിലെത്തുകയാണ്. അതായത് പിന്നെ അയാൾ വരുന്നൊരവസ്ഥ, വീട്ടിൽ എല്ലാവർക്കും സന്തോഷപൂർവ്വം ഭക്ഷണം കഴിക്കാൻ ഉണ്ടാക്കി വെച്ചാൽ മീനും മാംസവും ഒക്കെ പ്രത്യേക കറികളൊക്കെ എടുത്ത് കൊണ്ടുപോയി കളയുകയാണ്. ഇതൊന്നും കളിക്കാൻ പാടില്ല, ദൈവത്തിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങളല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വല്ലാത്ത അവസ്ഥയിൽ, അതാണ് പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയിലേക്ക് പോവുകയാണ്. അപ്പോൾ വിടക്ക് നന്നായാൽ പിടിച്ചാൽ കിട്ടില്ല എന്ന് പറയുന്നത് അതാണ്. ഇത് നമ്മൾ ചുറ്റുപാടും കാണുന്നൊരു കാര്യമാണ്. പുരാണത്തിൽ ഒരു കഥാപാത്രമുണ്ട്, ശീലാവതി എന്ന് പറയുന്നത്. ശീലാവതി അറിയാം, നമ്മളൊക്കെ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നു, അറിഞ്ഞും അറിയാതെയും വ്യാപകമായിട്ട് നാട്ടിലൊക്കെ ഉപയോഗിക്കുന്നു. പതിവ്രതകളുടെ കാര്യം പറയുമ്പോൾ ശീലാവതി ഓളിൽ ശീലാവതി എന്നൊക്കെ പറയുന്നൊരു കാര്യമാണ്. അപ്പോൾ ശീലാവതി പുരാണത്തിലെ കഥാപാത്രമാണ്. ശരിക്കും പറഞ്ഞാൽ വളരെ മാതൃകാപരമായ ജീവിതം നയിച്ചൊരു കുലസ്ത്രീയുടെ പേരാണ് ശീലാവതി. ശീലാവതിയുടെ ഭർത്താവ് ക്രിപ്പിൾഡാണ്, തീരെ ശാരീരികമായിട്ട് അസ്വസ്ഥതകളും അസാധ്യതകളും ഒക്കെ ഉള്ള ഒരാളാണ്. ഒരുപാട് ദുശീലങ്ങളും ക്രോധവും ദേഷ്യവും കൂടെ ലെപ്പർ കൂടിയാണ്, ഒരു കുഷ്ഠരോഗി കൂടിയായിരുന്നു. അത് കുഷ്ഠരോഗിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ മാറാരോഗങ്ങളും ശാരീരികമായ അസ്വസ്ഥതകളും ഇനബിലിറ്റികളും ദുസ്വഭാവങ്ങളും ഉള്ള ഒരാൾ, എല്ലാ ദുശീലങ്ങളുള്ള ഒരാൾ ഈ ശീലാവതിയെ ഭാര്യയായിട്ട് കണക്കാക്കാൻ തയ്യാറാവാത്ത, ശാരീരികമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരവസ്ഥയിൽ പോലും അവർ ഭർത്താവിനെ ഉപേക്ഷിക്കാതെ ഭർത്താവിനെ ശുശ്രൂഷിച്ച് പതിവ്രതയായിട്ട് ജീവിച്ചു പോകുന്നു എന്നാണ് പറയുന്നത്. ആ പാതിവ്രതത്തിൻ്റെ ഒരു ശക്തി കൊണ്ട് ഒരു ഘട്ടത്തിൽ അവരുടെ ഭർത്താവിനെ അടുത്ത സൂര്യോദയത്തിന് മുമ്പ് കൊല്ലുമെന്ന് പറഞ്ഞപ്പോൾ സൂര്യോദയം തന്നെ ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കുകയും സൂര്യനെ തടയുകയും ചെയ്ത അത്രയ്ക്ക് ശക്തി പാതിവൃത്തത്തിനുണ്ടെന്ന് തെളിയിച്ച ഒരു കഥാപാത്രമാണ് ശീലാവതി എന്ന് പറയുന്നത്. അപ്പോൾ ശീലാവതി ആണായിട്ടാണ് പലപ്പോഴും നമ്മൾ പലതും പറയാം, സ്ത്രീകളൊക്കെ പ്രത്യേകിച്ചും പറയാറ് പാതിവൃത്തത്തിൻ്റെ പേരിലൊക്കെ. പാതിവ്രതകളല്ലാത്ത സ്ത്രീകളൊക്കെ പാതിവൃത്യ പ്രസംഗങ്ങൾ നടക്കുമ്പോൾ അവർ ശീലാവതി എന്നാണ് പറയുക, ശീലാവതിയാണെന്ന് പറയും. അപ്പോൾ അത്തരം ശീലാവതിത്തരങ്ങൾ അതും വിടക്ക് നന്നായാൽ പിടിച്ചാൽ കിട്ടാത്തൊരവസ്ഥ തന്നെയാണ്. കാരണം സ്വയം ഉള്ള ചില മനോവൈകൃതങ്ങൾ, ചില വ്യക്തമായ കുറവുകൾ അതില്ല എന്ന് കാണിക്കാനായിട്ട് ഞാൻ അതിനൊക്കെ അപ്പുറത്താണ്. അത്തരം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരാളല്ല, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഇനബിലിറ്റികൾക്കും
കുറവുകൾക്കും അപ്പുറത്ത് ഒരുപാട് കഴിവുകളും ഒരുപാട് നിറവുകളും ഉള്ള ഒരാളാണ് ഞാൻ, വളരെ പെർഫെക്റ്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുന്ന ചില ആളുകൾ നേരത്തെ പറഞ്ഞ ചെറിയ ചെറിയ ഉപദ്രവങ്ങൾക്ക് അപ്പുറത്ത് മനുഷ്യൻ്റെ ജീവൻ കളയുന്നൊരവസ്ഥയിലേക്ക് എത്തും. ഈ ഒന്ന് രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ നമ്മൾ കണ്ടു, അങ്ങനെ ഒരു ശീലാവധി മൈൻഡ് സെറ്റുള്ള ഒരാൾ ഒരു വീഡിയോ പ്രചരിപ്പിച്ചിട്ട് ഒരു മനുഷ്യനെ ആത്മഹത്യ ചെയ്ത് നമ്മൾ കണ്ടു. അപ്പോൾ അതിൻ്റെ ശരിതെറ്റുകൾ എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് ഇപ്പോഴും അറിയില്ല. പക്ഷേ കേട്ടറിഞ്ഞിടത്തോളം കണ്ടറിഞ്ഞിടത്തോളം അതൊരു തരം ഈ പറഞ്ഞ തരത്തിൽ മനോവൈകൃതത്തിൻ്റെ പേരിൽ താൻ എന്തോ സംഭവമാണ്, വളരെ പ്യൂരിറ്റനാണ് എന്ന് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ പേരിൽ കുറച്ച് സൽപ്പേരുണ്ടാക്കാനും കുറച്ച് റീച്ച് കൂട്ടാനൊക്കെ വേണ്ടി ചെയ്തൊരു പ്രവൃത്തിയാണ്. അതിൻ്റെ ദുരന്തഫലം അത് പിടിച്ചാൽ കിട്ടാത്തൊരു ദുരന്തഫലമായിട്ട് മാറിപ്പോയി എന്നുള്ളതാണ്. ആ ദുരന്തങ്ങൾ വരുത്തി വയ്ക്കുന്ന തരത്തിലുള്ള നന്നാവലുകളാണ്, നന്നായി എന്നുള്ള കപടമായ കാട്ടിക്കൂട്ടിലാണ് സമൂഹത്തിന് ദോഷമുള്ളത്. അപ്പോൾ സമൂഹം എന്നും പറയുന്നതാണ് അടിസ്ഥാനമായിട്ട് വെട്ടക്ക് നന്നായാൽ പിടിച്ചാൽ കിട്ടില്ല എന്നുള്ളത്. അപ്പോൾ അതൊരു വളരെ അടിസ്ഥാനപരമായിട്ടുള്ള സന്ദേശമുള്ളൊരു ചൊല്ലാണ്. അത് ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. അത്തരം ഒരുപാട് ശീലങ്ങളുണ്ട്, നമുക്കത് പിന്നീട് ഡിസ്കസ് ചെയ്യാം.